ಮೊಮ್ಮಗನ ಕಡೆ ಇದೆ ನನ್ನ ಗಂಡು ಹಂಗ ಇದೆ ನೀನು ನನ್ನ ಗಂಡದ ಮೊಮ್ಮ ಗಂಡು. ആ ഗുണ്ടൽപേട്ട കിടന്ന് നട്ടം തിരിഞ്ഞ് കളിക്കാണ്ട് ഇതാ കുറച്ച് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ കയറിപ്പോയി. ഇവിടെയാണ് ശരിക്ക് നമുക്ക് പൂപ്പാടം കാണാൻ പറ്റുന്നത്. ഇവിടെ പൂ പറിക്കുന്ന തൊഴിലാളിയുടെ അടുത്തേക്ക് പോയി നോക്കുക, എന്താണെന്നൊന്നും അറിയില്ല. പോയി നോക്കട്ടെ. പറിച്ചോളൂ പറിച്ചോളൂ, നിങ്ങൾ പറിച്ചോളൂ. ഞാൻ നോല്ലട്ടെ. അതെ എന്താ വാസന 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 ഇതൊക്കെ പൂവിന്റെ കറ അല്ലേ? How much rupee? കൂലി 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 500. 500 രൂപ കൂലി ഫുൾ ഡേ. സായങ്കാല 5 മണി. വൈകുന്നേരം 5 മണിക്ക് 7 മണി 5 മണി. ഏതായാലും ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടെ വരിക, ഇവരുടെ കൂടെ പൂ നുള്ളാൻ പറ്റുക. പേര് എന്നാ? പേര് ചെയ്യുന്നു നിങ്കമ്മ. നിങ്കമ്മ ഉങ്ക മംഗളമ്മ. മംഗളമ്മ. എല്ലാം അമ്മ താൻ. കണ്ടോ, നമ്മുടെ നാട്ടിൽ ഓണത്തിന് പൂവിടാൻ എത്തുന്ന ഈ പൂക്കളായിരിക്കും, വേറെ എവിടെയല്ല. ഗുണ്ടൽപേട്ട്. ഇത് ചേരമ്പാടിയോ വേരമ്പാടിയോ? അതെ, വേരമ്പാടി ഗോപാലപുരം റൂട്ടിലാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. ഏതായാലും അവിടെ ഇവിടുത്തെ മണ്ണൊക്കെ കണ്ടോ, നല്ല കറുത്ത കളറുള്ള മണ്ണ് ഉണ്ടോ. വെറുതെ അല്ല ഈ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ തഴച്ച് വളരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എന്നോ അന്യം നിന്ന് പോയിട്ടുള്ള പല കാഴ്ചകളുടെയും കലവറ തന്നെയാണ് ഈ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗോപാലപുരയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി കാഴ്ചകൾ അടുത്ത റീലിൽ പോസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.